ഇവറ്റകളെ ഇനി ഇവിടെ താമസിപ്പിക്കാൻ പറ്റില്ല. ഉടനെ ഇറക്കി വിടണം. ഇവളുമാരെ പോലെയുള്ളവർ ഈ നാടിന് തന്നെ നാണക്കേടാണ്. അടിച്ചു ഓടിക്കണം. അയ്യയ്യേ, പെണ്ണും പെണ്ണും തമ്മിൽ ബന്ധമോ? ഇതൊക്കെ എന്ത് വൃത്തികേടാണ്. നാണം കെട്ട വർഗങ്ങൾ. ഇറങ്ങി വരീനടി വെളിയിൽ. വീടിന് പുറത്ത് വലിയ ബഹളമായിരുന്നു. നാട്ടിലെ പ്രമുഖരെല്ലാം അവിടെ കൂടിയിട്ടുണ്ട്. വെല്ലുവിളികൾ കേട്ട് ഭയന്ന് വിറച്ച് വീടിനുള്ളിൽ തന്നെ ഇരുന്ന് ക്ലാരയും നിത്യയും. എടോ, തനിക്ക് എന്താ തോന്നുന്നത്? ഇനി എന്നേലും നമ്മളെ നമ്മുടെ വീട്ടുകാരോ നാട്ടുകാരോ അംഗീകരിക്കോ? അതോ ഇനി ജീവിതകാലം മുഴുവൻ നമ്മളിങ്ങനെ ആട്ടും തുപ്പും കേട്ട് നമുക്ക് നമ്മൾ മാത്രമായി ജീവിക്കേണ്ടി വരുമോ? ക്ലാരയുടെ ചോദ്യം കേട്ട് അവളുടെ മുഖത്തേക്ക് തന്നെ ദയനീയമായി നോക്കിയിരുന്നു നിത്യ. എന്താണോ ഇങ്ങനെ നോക്കുന്നേ? തനിക്കല്ലേ വീട്ടുകാരെ മിണ്ടണം എന്ന് വലിയ ആഗ്രഹമുള്ളത്? ആഗ്രഹമുണ്ടോ? പക്ഷേ ഇനി അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. നമ്മളെ അംഗീകരിക്കാൻ എല്ലാവർക്കും വലിയ പാട് തന്നെയാ. അത് പറഞ്ഞു നിർത്തുമ്പോൾ നിത്യയോട് ശബ്ദമിടറി. വാതിൽ പൊളിക്കടാ, അടിച്ച് വെളിയിലിറക്കി രണ്ടിനെയും. ഉടുതുണി ഉരിഞ്ഞ് ഓടിക്കണം നാട്ടിലൂടെ. പുറത്ത് വീണ്ടും ആരൊക്കെയോ അടങ്ങാത്ത കലിയിൽ വിളിച്ചു കൂവുന്നുണ്ടായിരുന്നു. അത് കേട്ട് ഭയന്നു പോയി രണ്ടാളും. എടോ, പരസ്പരം ഇഷ്ടപ്പെട്ട നമ്മൾ ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ചത് അത്രയ്ക്ക് വൃത്തികേടാണോ? ഈ നാട്ടിൽ ഇഷ്ടമുള്ള ഇണയെ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം പോലും നമുക്കില്ലേ? നിറകണ്ണുകളോടെയാണ് നിത്യ അത് ചോദിച്ചത്. അവളുടെ വാടി തളർന്ന മുഖം കാണുകെ പതിയെ തന്നോട് ചേർന്ന് പുണർന്നു ക്ലാര. എടോ, ഈ സ്വാതന്ത്ര്യം പലപ്പോഴും വാക്കുകളിൽ മാത്രം ഒതുങ്ങി പോകാറുണ്ട്. നമ്മുടെ കാര്യത്തിലും അതാണ് സംഭവിക്കുന്നത്. നമുക്ക് ഫൈറ്റ് ചെയ്ത് നിൽക്കാൻ പറ്റും. പക്ഷെ ഇതുപോലെ ഭ്രാന്തിളകി വന്ന് നിൽക്കുന്നവരുടെ മുന്നിലേക്ക് ചെന്നുപെട്ടാൽ അവരെന്താണ് ചെയ്യുക എന്ന് പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ ഇവിടെ നിന്നും കൂടി മറ്റെവിടെയെങ്കിലും പോകണം. പക്ഷെ എത്ര നാൾ നമ്മളിങ്ങനെ ഓടും? പിന്നെന്താ നമ്മൾ ചെയ്യുക? മരിക്കണോ? അതാണോ വേണ്ടത്? അത് ചോദിക്കുമ്പോൾ നിത്യയുടെ മിഴികളിൽ അഗ്നി എരിഞ്ഞു. എന്നാൽ ആ വാക്കുകൾ ക്ലാരയുടെ ഉള്ളിലാണ് തറച്ചത്. മരിക്കാം നമുക്ക്, അതാണോ നല്ലത്? ഇങ്ങനെ ആട്ടും തുപ്പും കേട്ട് ജീവിക്കുന്നതിനേക്കാൾ ഒരുമിച്ച് മരിക്കാം. അവള് പറഞ്ഞത് കേട്ട് ഒരു നിമിഷം നടുക്കത്തോടെ നോക്കി നിത്യ. എന്നാൽ ആ നിമിഷം ഒരു കല്ലുവന്ന് പതിച്ചു അവരുടെ വീടിന്റെ ജനൽ ചില്ല് പൊട്ടി തകർന്നു. പേടിച്ചു പോയ ക്ലാരയും നിത്യയും ഭയത്താൽ പരസ്പരം വീണ്ടും പുണർന്നു. വാതിൽ പൊളിച്ച് അകത്ത് കയറി പിടിച്ചിറക്കടാ രണ്ടിനെയും. ആരൊക്കെയോ പുറത്ത് അലറുന്നുണ്ടായിരുന്നു. അല്പസമയം അങ്ങനെ ഇരിക്കവേ ക്ലാര പറഞ്ഞത് തന്നെയാണ് ശരിയെന്ന് നിത്യയും മനസ്സിലാക്കി. ആത്മഹത്യ തന്നെയാണ് ഈ പ്രശ്നത്തിലുള്ള പരിഹാരമെന്ന് അവളും ഉറപ്പിച്ചു. പക്ഷേ മറ്റൊരു ചിന്ത അവളുടെ മനസ്സിലേക്ക് അപ്പോൾ ഓടിയെത്തി. ക്ലാര, നീ പറഞ്ഞത് ശരിയാണ്. ഈ സമൂഹം നമ്മളെ അംഗീകരിക്കില്ല. അതുകൊണ്ട് തന്നെ ജീവിതകാലം മുഴുവൻ നമ്മളിങ്ങനെ പേടിച്ച് ഓടേണ്ടി വരും. അതിനേക്കാൾ നല്ലത് നമുക്ക് മരിക്കാം. പക്ഷെ നമ്മുടെ മരണം വെറുമൊരു ചരമക്കോളത്തിൽ ഒതുങ്ങരുത്. നമ്മളിലൂടെ നമ്മളെപ്പോലുള്ള മറ്റുള്ളവരെങ്കിലും ഗുണമുണ്ടാവണം. നമ്മളും ഈ സമൂഹത്തിൽ ജീവിക്കാൻ അർഹതപ്പെട്ടവരാണെന്ന് മരണശേഷമെങ്കിലും എല്ലാവരും മനസ്സിലാക്കണം. ആ വാക്കുകൾ ഉറച്ചതായിരുന്നു. എന്താണ് അവൾ അർത്ഥമാക്കുന്നതെന്ന് ക്ലാരയ്ക്ക് മനസ്സിലായില്ല. നിത്യ, എന്താ നീ ഉദ്ദേശിക്കുന്നത്? അതോടെ പതി എഴുന്നേറ്റ് തൻ്റെ ഫോൺ കയ്യിലെടുത്തു നിത്യ. ക്ലാര, നമ്മുടെ മരണം ലൈവ് ആയിരിക്കണം. നമ്മളെ ദ്രോഹിക്കാൻ വന്നവരുടെ മുഖം നമ്മൾ തന്നെ തുറന്നു കാട്ടണം. എല്ലാവരും അവന്മാരെ തിരിച്ചറിയണം. ഈ കാട്ടിയ ക്രൂരതയ്ക്കുള്ള ശിക്ഷ അവർക്ക് കിട്ടണം. ഞാൻ ഫേസ്ബുക്ക് ലൈവ് പോവാ. അവൾ പറഞ്ഞത് തന്നെയാണ് ശരിയെന്ന് ക്ലാരയ്ക്കും തോന്നി. ഉള്ളു പൊട്ടുന്ന വേദനയ്ക്കിടയിലും മരിക്കാൻ രണ്ടാൾക്കും വല്ലാത്ത വാശി തോന്നി. അല്പസമയം പരസ്പരം കൊതിയോടെ വാരി പുണർന്നു നിന്ന ശേഷം മനസ്സിൽ ഉറച്ചുകൊണ്ട് ശരീരത്തിൽ മണ്ണെണ്ണ ഒഴിച്ചുകൊണ്ട് അവർ വാതിൽ തുറന്നു. ആക്രമിക്കാൻ നിന്നവർ ഒരു നിമിഷം ഒന്ന് പരിങ്ങി. പിന്നെ നടന്നതൊക്കെ തികച്ചും അപ്രതീക്ഷിത സംഭവങ്ങളായിരുന്നു. തങ്ങൾ അനുഭവിച്ച വേദനകൾ ഫേസ്ബുക്ക് ലൈവിലൂടെ പറഞ്ഞ് ഉപദ്രവിക്കാൻ നിൽക്കുന്നവരെ ലോകത്തിന് കാണിച്ചു കൊടുത്തുകൊണ്ട് ക്ലാരയും നിത്യയും അഗ്നിക്കിരയായി. തീ ആളിപ്പടരുമ്പോൾ കണ്ടു നിന്നവർക്കൊന്നും ചെയ്യുവാൻ കഴിഞ്ഞില്ല. ഭയത്തിൽ അവർ നോക്കി നിന്നു. നിത്യയുടെ വാക്കുകൾ വെറുതെയായില്ല. ആ വാർത്തയും ലൈവ് വീഡിയോയും സോഷ്യൽ മീഡിയ ഏറ്റെടുത്തു. മരണശേഷം അവർക്ക് വേണ്ടി ശബ്ദിക്കുവാൻ ആയിരങ്ങൾ മുന്നിലേക്ക് വന്നു. സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ക്ലാരയുടെയും നിത്യയുടെയും വീടിന് മുന്നിൽ ബഹളം വച്ചവരെ നരഹത്യയ്ക്ക് കേസെടുത്ത് പോലീസ് അറസ്റ്റ് ചെയ്തു. അതോടെ ഇത്തരക്കാർക്കെതിരെ പ്രതികരിക്കാൻ തുനിഞ്ഞിറങ്ങുന്നവർക്കുള്ളിൽ ഒരു ഭയം വന്നുകൂടി. ഏവരുടെയും ഉള്ളിൽ വലിയൊരു നോവായി ക്ലാരയും നിത്യയും അവസാനിച്ചു. സമൂഹത്തിൽ വലിയൊരു മാറ്റം തങ്ങളുടെ ആത്മഹത്യയിലൂടെ കൊണ്ടുവന്ന അവർ സ്വർഗം ലോകം പൂകി. തള്ളിക്കളഞ്ഞ രക്ഷിതാകർത്താക്കൾ പോലും അവസാന യാത്രയപ്പിന് എത്തിയിരുന്നു. സമൂഹത്തിൽ തങ്ങൾ ഉൾപ്പെടുന്ന ഒരു വിഭാഗം അനുഭവിച്ചു വരുന്ന പ്രശ്നങ്ങൾ ആത്മഹത്യയിലൂടെ തുറന്നു കാട്ടിയ 2 പെൺകുട്ടികൾക്കും വേണ്ടി ആയിരങ്ങൾ ശബ്ദമുയർത്തുകയാണ് ഉണ്ടായത്. കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ്